നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 8 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. ഇത്തരം ബന്ധങ്ങൾ ഗൗരവതരമായി മാറാനും ഇടയുണ്ട്. പുതിയൊരു വ്യക്തിയെ കണ്ടുമുട്ടാനും അവരുമായി ആഴത്തുള്ള ആത്മബന്ധം സ്ഥാപിക്കാനും ഈ ദിവസം അവസരമൊരുക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽപരമായി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പുതിയ ഗൃഹോപകരണങ്ങളോ അലങ്കാര വസ്തുക്കളോ ലഭിക്കാൻ ഇടയുണ്ട്. ബന്ധുജന സമാഗമത്തിനും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും സാധ്യത കാണുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മാനസികവും ശാരീരികവുമായ ചില വിഷമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജീവിതത്തിൽ ചില നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണിത്. സന്തോഷവും സങ്കടവും തുല്യ അളവിൽ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ജോലിയിൽ മാറ്റമുണ്ടാകാനോ സ്ഥാനനഷ്ടം സംഭവിക്കാനോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാനഹാനിക്കും പണനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ കരുതലോടെ നീങ്ങുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായും വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ വാഹനം, വീട് അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിവസമാണിത്. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. എന്നാൽ ജാതകത്തിൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ മോഷണ ഭയം, അപകടം, നിയമപരമായ പരാജയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശ ജോലി ലഭിക്കാൻ സാഹചര്യം ഒരുങ്ങും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മന്ത്രതന്ത്രങ്ങളിലും വിജ്ഞാന ശാഖകളിലും അറിവ് നേടാൻ സാധിക്കും. വളരെ കാലമായി ജോലിയിൽ ഉണ്ടായിരുന്ന അലസത മാറി കർമ്മരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരം ലഭിക്കും. പ്രവർത്തനങ്ങളിൽ ഉന്മേഷം പ്രകടമാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കോ ജീവിത പങ്കാളിക്ക് ആരോഗ്യക്കുറവിനോ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും ചതി പറ്റാൻ ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച ലാഭം ലഭിക്കുന്ന കാലമാണ്. കുടുംബസൗഖ്യം വർദ്ധിക്കും. പ്രധാനപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനും വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും ഈ ദിവസം വഴിയൊരുക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി ബിസിനസ് വിപുലീകരിക്കണമെന്ന ആഗ്രഹം സഫലമാക്കാൻ സാഹചര്യമുണ്ടാകും. നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്ന ശുഭദിനമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യ ബന്ധങ്ങൾ വഴി ധനനഷ്ടത്തിനോ മാനഹാനിക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വിലപിടിപ്പുള്ള രേഖകൾ ഭദ്രമായി സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. ഓരോ ഇടപാടിലും അതീവ ശ്രദ്ധ പുലർത്തുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ധനസംബന്ധമായ കേസ് വഴക്കുകൾക്ക് സാധ്യത കാണുന്നു. അലർജി, ചുമ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.